വായനയുടെ ഒരഭാവമാണ് കൂടുതലുള്ളത്. മറ്റൊരു വിദ്യാർത്ഥി വനിതാ നേതാവിനോട് പറഞ്ഞതായി പറയുന്ന ചില ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ലജ്ജ തോന്നും. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുമ്പോഴും മറ്റ് സംഘടനകളുടെ നേതാക്കളുമായിട്ടും ഒരു ഉറ്റ സൗഹൃദം ഉണ്ടായിരുന്നു. വായിക്കുന്ന പുസ്തകങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുക, കാണുന്ന സിനിമകളെപ്പറ്റി ചർച്ച ചെയ്യുക, അങ്ങനെയുള്ള ഒരു വ്യക്തിബന്ധം വളരെ ദൃഢമായിരുന്നു. അങ്ങനെയാണ് മറ്റു പാർട്ടികളിൽപ്പെട്ടവരെല്ലാം ഒന്നിച്ചുള്ള ഒരു ഇതിപ്പോൾ അതില്ലല്ലോ. ഇപ്പം തമ്മിൽ കണ്ടാൽ തന്നെ ഇമാതിരി പൂരികാളുകളെ പോലെ നിൽക്കുകയല്ലേ. വളരെ വളരെ മോശമായ അന്തരീക്ഷമാണ്. വായനയുടെ അഭാവമാണ് പ്രതികരിക്കുക. ഇത് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ പോസ്റ്റൽ ട്യൂഷൻ കൊടുത്ത് നിങ്ങൾ വായിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്വയം ഒരു ആർജിത് വരണം. ഈ എല്ലാ പ്രസ്ഥാനങ്ങളും ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാധീനം കാണാം. അവരുടെ സ്വന്തം ആളിനെ പിടിച്ച് നേതാവാക്കി വയ്ക്കും. അവൻ്റെ ബാക്കി ക്വാളിറ്റി ഒന്നും അറിയില്ല. ഇപ്പം ബിരുദം പോലും ഇല്ലാത്ത ഒരാൾ ഡോക്ടറേറ്റ് എടുക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മറ്റേ അത് പത്രത്തിൽ കണ്ടു. നേരാണോ എന്നുള്ളത് നമുക്കറിയില്ല. അത്തരത്തിലൊക്കെ എത്രമാത്രം അതപ്പതിച്ചു എന്നാഗ്രഹിക്കണം. അത് ഈ വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ സ്ഥിതി എന്താ? സാമുവൽ മത്തായിയൊക്കെ ഇരുന്ന സീറ്റാണ് ജോർജ് ജേക്കബ് സാറ്. ഇപ്പോൾ അവസ്ഥ എന്താ? ഏറ്റവും തമാശ, ദേശീയ വിദ്യാഭ്യാസ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നേ, പുള്ളിയുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു 2023 കമ്മിറ്റി ചെയ്താണ് ഒപ്പിടാമെന്ന്. അതിലെന്താണ് തെറ്റെന്ന് ഞാൻ ഇപ്പം ഇവർ പ്രചരിപ്പിക്കുമ്പോൾ ഒന്നുമില്ല. അതിലൊരു കാര്യം, അതും നമ്മുടെ മാധ്യമങ്ങൾ എക്സ്പോസ് ചെയ്യാത്തതാണ്. ശിവൻകുട്ടിയുടെ മകനോ ഈ വിനായക വിശ്വത്തിൻ്റെ മകനോ ഒന്നും ഈ കേരളത്തിലെ സ്കൂളുകളിൽ പഠിച്ചിട്ടില്ല. ഈവൻ പിണറായിയുടെ കൊച്ചുങ്ങൾ പോലും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരെല്ലാം പഠിക്കുന്നത് വിദേശ യൂണിവേഴ്സിറ്റികളിലാണ്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള. ശിവൻകുട്ടിയുടെ മകൻ പഠിച്ചത് കേന്ദ്രീയ വിദ്യാലയത്തിലാണ്, അത് കഴിഞ്ഞ് ഡൽഹിയിലാണ്, അത് കഴിഞ്ഞ് അയാൾ വെളിയിലോട്ട് പോയി ഡോക്ടറേറ്റൊക്കെ എടുത്തു വന്നു. അങ്ങനെ അവർക്കൊന്നും ഈ അപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ ആ നിലവാരത്തിൽ പഠിക്കുന്നത് ഇവിടുത്തെ കുട്ടികൾ പഠിക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന ഇവർക്കാരെന്താ അധികാരം? ഈ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഇവരെന്താണ് ഇത് ചൂണ്ടിക്കാണിക്കട്ടെ. അതിലെന്താണെന്ന്, അതിലെന്താണ് തെറ്റ്, ഏത് പാഠഭാഗമാണ് തെറ്റ്, അല്ലെങ്കിൽ ഏത് സിലബസാണ് മാറ്റേണ്ടത്, അതൊന്നും പറയാതെ ഇങ്ങനെ കാർഡടച്ച് വെടിവെച്ചാൽ മതിയോ? ചരിത്രം എന്ന് പറഞ്ഞാൽ ഇവരെ ഉണ്ടാക്കി വെച്ചതാണോ ചരിത്രം? ഇവരെ ചരിത്രത്തിൽ ഇപ്പോഴും പറയുന്നത് ഗാന്ധിജി വെടിവെച്ചുന്ന RSS ആണെന്നാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ? നിയമം കൂടെ ഇല്ല, അന്വേഷണ കമ്മീഷൻ അതിൻ്റെ കൂടെ ഇല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ RSS ആണ് വെടിവെച്ചും പറഞ്ഞിട്ടിരിക്കുന്നത്? അതാണോ ചരിത്രം? അത് തെറ്റാണെന്ന് പഠിപ്പിക്കേണ്ടത് ഉത്തരവാദിത്തമുള്ളവരല്ലേ? ഗോഡ്സയുടെ തന്നെ മൊഴിയുണ്ടല്ലോ, ഇപ്പോൾ പരസ്യമല്ലേ അത്? ഇപ്പോൾ അത് പബ്ലിക് അവൈലബിൾ ആണ്. ഗോഡ്സെ കോടതി പറഞ്ഞതാണ്. അയാൾ RSSൻ്റെ എതിരാളിയായിരുന്നു. RSSന് തീവ്രത പോരാന്ന് പറഞ്ഞിട്ട് ഹിന്ദു മഹാസഭയിൽ പോയ ആളാണ്. അവസാനം ഹിന്ദു മഹാസഭയിൽ നിന്ന് തെറ്റിയാണ് അദ്ദേഹം സ്വയം തീരുമാനിച്ചത്. പാകിസ്ഥാന് കൊടുക്കേണ്ട കാശ് കൊടുക്കണം, പാകിസ്ഥാൻ ചോദിക്കുന്നതെല്ലാം അനുവദിക്കണം, മുസ്ലിങ്ങൾ കൊന്നാൽ നിന്നു കൊടുക്കണം എന്നൊക്കെ ഗാന്ധി പറഞ്ഞതിനോട് പ്രതിഷേധിച്ചിട്ടാണ് ഇത്. അദ്ദേഹത്തിൻ്റെ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വായിക്കണോ അത്? അപ്പോൾ പിന്നെ എങ്ങനെയാണ് അങ്ങനെ RSS ആരെന്ന് ഇവർ പറയുന്നത്? ആ ചരിത്രമാണോ കുട്ടികൾ പഠിക്കേണ്ടത്? അപ്പോൾ കുട്ടികളെ പഠിക്കേണ്ട ചരിത്രമല്ലേ പഠിക്കണം? പിന്നെ പട്ടേൽ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചത് AICCയുടെ തീരുമാനം, അത് ചരിത്രം മാറി. നെഹ്റു ഇത് പഠിക്കണ്ടേ? ചരിത്രമല്ലേ? സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ മാറ്റിയത് ഗാന്ധിജിയുടെ ഞങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങളും കൂടെ കുട്ടികൾ പഠിക്കണ്ടേ? എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ ഏതാണ് നല്ലത്, ഏതാണ് ചീത്താന്ന്. ചരിത്രം തെറ്റായി എഴുതി വെച്ചിട്ട് അതിനെ പഠിപ്പിക്കണമെന്ന് വാശിക്കുന്നതിനാണ്.